നമസ്കാരം, ഗാഡ്ജറ്റ്സ് വണ്ണിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ ആൻഡ്രോയിഡ് ഓയുടെ ലോഞ്ചർ അല്ലെങ്കിൽ തീം ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ പഴയ പിക്സലിൻ്റെ ലോഞ്ചർ തന്നെയാണ് ആൻഡ്രോയിഡ് ഓയിലും വരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് ടു റൈറ്റ് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓക്കെ ഗൂഗിളിൻ്റെ ഒരു ടാബ് കിട്ടും. നമ്മളിപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്താൽ ഇതിൽ അങ്ങനെയൊന്നും വരുന്നില്ല, കാരണം ഇതൊരു APK ഫയലാണ്. ഇതിൽ ഞാൻ രണ്ട് രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട്, നോൺ റൂട്ടഡ് യൂസേഴ്സിനും റൂട്ടഡ് യൂസേഴ്സിനും. നോൺ റൂട്ടഡ് യൂസേഴ്സിന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് ഒരു APK ഫയൽ അത് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അവരുടെ അത്രയും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കയറുക. ഞാനിപ്പോൾ ഒരു ഡെമോ കാണിക്കാം. ഞാൻ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുന്ന ഇതൊക്കെ കണ്ടോ, പിക്സൽ ലോഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു APK ഉണ്ട്. ഈ APK ഒന്ന് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക, അത്രയാണ് വേണ്ടത്. അപ്പോൾ ഇതേപോലെ വരും. ഇപ്പോൾ ഒരു റൂട്ടഡ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലാഷ് ചെയ്യാം. ഒരു ഫയൽ ഫ്ലാഷ് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം ഫ്ലാഷിങ് സിപ്പ് ഫയൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് റിക്കവറി മോഡിലേക്ക് കയറുക. ഇപ്പോൾ നമ്മൾ ഫ്ലാഷ് ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഗൂഗിളിൻ്റെ ഒരു ടാബ് വരും. പിന്നെ നമ്മുടെ ഫോണ് മറ്റേ APK പോലെ ക്രാഷ് ആവത്തില്ല, നല്ല സ്മൂത്തായിട്ട് പോവും. നമ്മുടെ ഫോൺ കുറച്ചുകൂടി, ഇപ്പോൾ ഒരു സ്ലോ ഫോണാണെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റ് ആവും. അപ്പോൾ ഒരു റൂട്ടഡ് യൂസർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഫ്ലാഷ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്ലാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ മോഡിലേക്ക് ആക്കാനായിട്ട് അൺഫ്ലാഷ് ചെയ്യണം, അത് വൈപ്പ് ചെയ്യണം. അത് കുറച്ച് പാടാണ്, നിങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഞാൻ റിക്കവറി മോഡിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ ഇൻസ്റ്റാൾ എടുക്കുക. അതിനുശേഷം നിങ്ങൾ എവിടെയാണോ ആ സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടത് അവിടേക്ക് പോകാം. ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് സിപ്പ് ഫയലിൻ്റെ APKയുടെ. എന്നിട്ട് ആ സിപ്പ് ഫയൽ സെലക്ട് ചെയ്യുക. നമുക്ക് താഴെ പിക്സൽ ലോഞ്ചർ ആൻഡ്രോയിഡ് ഫ്ലാഷബിൾ സിപ്പ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്, അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം സ്വൈപ്പ് ചെയ്യുക. സ്വൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ അത് സക്സസ്ഫുൾ ആയിട്ട് കാണിക്കും. അപ്പോൾ അത് ഫ്ലാഷ് ആയിട്ടുണ്ടോ. റീബൂട്ട് സിസ്റ്റം കൊടുക്കുക. ഇപ്പോൾ എൻ്റെ സിസ്റ്റം റീബൂട്ട് ആവുകയാണ്. ഏതെങ്കിലും ഒരു കസ്റ്റം റിക്കവറി മതി. ഇപ്പോൾ ഞാൻ TWRP ആണ് ഇട്ടേക്കുന്നത്. നോൺ റൂട്ടഡ് യൂസേഴ്സിനും റൂട്ടഡ് യൂസേഴ്സിനും APK യൂസ് ചെയ്യാം. APK ആണെങ്കിൽ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. പെട്ടെന്ന് തന്നെ പഴയതിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റാം. ഫ്ലാഷബിൾ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല. ഇപ്പോൾ അത് എൻ്റെ ഫോണ് റീബൂട്ട് ആയിട്ടുണ്ട്. ഞാനൊന്ന് ഫോൺ അൺലോക്ക് ചെയ്യണം. കണ്ടോ, നമ്മുടെ പിക്സലിൻ്റെ ആൻഡ്രോയിഡ് ഓയുടെ ഒരു തീം വന്നിട്ടുണ്ട്. ഈ വാൾപേപ്പേഴ്സ് നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ ഗൂഗിൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഗൂഗിളിൻ്റെ ന്യൂസസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വാൾപേപ്പേഴ്സ് കിട്ടും. അതിനായിട്ട് നിങ്ങൾ ഒഫീഷ്യൽ ഗൂഗിളിൻ്റെ വാൾപേപ്പർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓയുടെ അതേ വാൾപേപ്പർ തന്നെ കിട്ടും. പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ നല്ല സ്മൂത്താണ്. ആദ്യം കുറച്ച് സമയം കുറച്ച് ക്രാഷ് ചെയ്യുമെങ്കിലും പക്ഷേ അത് കഴിഞ്ഞിട്ടാണെങ്കിലും നല്ല സ്മൂത്താണ്. പേഴ്സണലി ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ഈ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളെ അപ്പോൾ നോട്ടിഫൈ ചെയ്തായിരിക്കും.